ഇതൊന്നും അന്വേഷിക്കാൻ പറ്റും കേസ് പോലും എടുക്കാൻ പറ്റാത്ത കഴിവ് കെട്ടവനാണ് എൻ്റെ നേതാവ് നരേന്ദ്രമോദി. ഇത്രയും കഴിവ് കെട്ട ഒരു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്ലണ്ടർ പറയുന്ന രാഹുൽ ഗാന്ധി അല്ല, പകരം മേഘങ്ങളിടയിൽ കൂടിപ്പോയാൽ പാകിസ്ഥാനെ റഡാറുകൾ പിടിക്കാതെ നമ്മുടെ റോക്കറ്റുകൾ പോകാൻ പറയുക മണ്ടത്തരമുണ്ടല്ല, മണ്ടത്തരം, ആനമണ്ടത്തരം. അത് ഞങ്ങളുടെ നേതാവ് പറയില്ല. 3 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും ചിത്രം കാണിച്ചിട്ട് ഇവർ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ചേർന്ന് ഈ രാജ്യത്തെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും അട്ടിമറിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത് അതിഗുരുതരമായ സാഹചര്യമാണ്. വളരെ 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 ഉത്തരവാദിത്വത്തോടു കൂടി ഉന്നയിക്കേണ്ട ഒരു ആരോപണമാണ് താനും. അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? അദ്ദേഹം കർണാടകയിൽ മഹാദേവപുര ഉദാഹരണമെടുത്ത് കർണാടകയുടെ കാര്യം പറഞ്ഞു, മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഹരിയാനയുടെ കാര്യം പറഞ്ഞു, നാളെ ബീഹാറിലും ഇത് തന്നെയാണ് നടക്കുക എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അതിനപ്പുറത്ത് നിയമ പോരാട്ടത്തിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ നടക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതിൽ ഉത്തരവാദിത്വം അവസാനിക്കുമോ? അഭിലാഷ്, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണല്ലോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ സംശയത്തിന്റെ അതിൽ BJPയുടെ ഓഫീസിലിരിക്കാൻ അർഹത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു കേസ് എടുക്കാത്തോ അദ്ദേഹത്തിനോ നരേന്ദ്രമോദി ഒരു അക്ഷരം കൊണ്ടുപോലും ആ വിഷയത്തിൽ സംസാരിക്കാത്തോ ചെയ്യാത്തത്. അതുകൊണ്ടാണല്ലോ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് രാഹുൽ ഗാന്ധി നമ്മളും അറിയുന്നതിനേക്കാൾ കൂടുതൽ ജ്ഞാനേഷ് കുമാറിന് അറിയാം. അതുകൊണ്ടാണല്ലോ ഒന്നും നടപടി എടുക്കുക. എന്നിട്ട് ഹിന്ദിയിൽ മാത്രമുള്ള പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടതല്ലേ, ചോദ്യത്തിന് ഉത്തരം പറയാതെ ഉള്ള പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടാണല്ലോ. ഒന്നവിടെ നിൽക്കട്ടെ, BJP പ്രതിനിധി എന്തൊക്കെയാണ് പറയുന്നത്? ഒരു സാമാന്യ ബോധത്തിന് നിരക്കുന്ന കാര്യങ്ങൾ വേണ്ടി പറയുന്നുണ്ട്. 19 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ട്. ആ വ്യാജ വോട്ടർമാർ എവിടെയെന്ന് വയ്ക്കുന്നത്? എന്താണ് 19 ലക്ഷം വ്യാജം എന്ന് പറഞ്ഞാൽ എന്താ? വോട്ട് ഇരട്ടിപ്പ്, ഡബിൾ വോട്ടുകൾ, ഒരേ വോട്ടുകൾ തന്നെ പല രീതിയിൽ പല ബൂത്തുകളിലായിട്ട് 1-ലേറെ തവണ, 100-ലേറെ തവണ ചേർത്തിരിക്കുന്നു. ഒരേ വീട്ടിൽ തന്നെ ഇല്ലാത്ത വോട്ടുകൾ ഇതല്ലേ വ്യാജ വോട്ടർമാർ? ആ വ്യാജ വോട്ടർമാരെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭൗതിക നിലവാരമൊന്നും വേണ്ട, അതിന് വെറും കോമൺ സെൻസ് മതി. ഇങ്ങനെയുള്ള ഉത്തരവൊക്കെ പറയുമ്പോൾ അങ്ങൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രാജ്യം കൊള്ളയടിച്ചു 12 വർഷത്തിന് മുമ്പല്ലേ രാജ്യം കൊള്ളയടിച്ചു എന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ചത്? 12 വർഷമായില്ലേ? എന്നിട്ട് ഒരൊറ്റ FIR ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ മറ്റേ കേസ് മാറ്റി വെക്കൂ, അത് സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസാണ്. അഴിമതി കേസിൽ ഒരൊറ്റ FIR ഇടാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പകരം നിങ്ങളുടെ സർക്കാർ CBI തന്നെ 2G കേസിലും 3G കേസിലും ഉൾപ്പെടെ കോടതി ചെന്ന് ഒരു തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. അതുകൊണ്ട് ജിതിൻ കുമാറിനോട് വളരെ സൗമ്യത്തോടു കൂടി ഞാൻ പറയുന്നു, അങ്ങ് ഒന്നുകിൽ അങ്ങയുടെ ടേൺ വരുമ്പോൾ മറുപടി പറയണം, ഞങ്ങൾക്ക് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം വെറും പച്ചക്കള്ളം ഞങ്ങൾ പറഞ്ഞതാണ്. അതല്ലെങ്കിൽ ഇതൊന്നും അന്വേഷിക്കാൻ പറ്റും കേസ് പോലും എടുക്കാൻ പറ്റാത്ത കഴിവ് കെട്ടവനാണ് എൻ്റെ നേതാവ് നരേന്ദ്രമോദി. ഇത്രയും കഴിവ് കെട്ട ഒരു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് എഴുതിയാൽ ജന്മത്തിൽ പോയ പൂജ്യം നിൽക്കൂ എന്ന് പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കാനോ അന്വേഷിക്കാനോ ഒരു FIR പോലും ഇടാനോ അദ്ദേഹത്തിന് പോലും സാധിച്ചില്ല. ഇതിനപ്പുറം വലിയൊരു കഴിവുകേട് ഇല്ലല്ലോ, നമ്മുടെ നാട്ടിലുണ്ടാകാൻ പറ്റില്ലല്ലോ. പിന്നെ രാഹുൽ ഗാന്ധി ബ്ലണ്ടർ പറയുന്നു എന്നാ പറഞ്ഞത്. എന്താ ബ്ലണ്ടർ പറഞ്ഞത്? 10%. ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ അടിസ്ഥാനപരമായ രാഷ്ട്രീയം പറഞ്ഞതല്ലേ? ജാതി സെൻസസ് നടത്തി ഞങ്ങൾ നടത്തിയിട്ടുള്ള ബീഹാർ ഉൾപ്പെടെയുള്ളിടത്ത് ഈ രാജ്യത്തെ OBC, ദളിത്, പട്ടികജാതി, ന്യൂനപക്ഷ വിഭാഗങ്ങൾ കഴിഞ്ഞാൽ 10% മാത്രമുള്ള സവർണ ഹിന്ദുത്വത്തിന്റെ കയ്യിലാണ് രാജ്യത്തിന്റെ ഭരണചക്രം. അതുകൊണ്ട് രാജ്യത്ത് ജാതി സെൻസസ് നടത്തണം, എന്നിട്ട് ജനസംഖ്യക്കനുസരിച്ച് അവർക്ക് ഭരണത്തിലും രാജ്യത്തിന്റെ വിഭവങ്ങളിലും പങ്കാളിത്തം കൊടുക്കണം. ഇതായിരുന്നല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്വം? അതിനല്ലേ നിങ്ങൾ പറഞ്ഞ മുസ്ലിങ്ങളുടെ കെട്ടുതാലി പണയം വെച്ച് അല്ല, ഞാൻ പറഞ്ഞു പറിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞത്? അപ്പോൾ അതിനുശേഷം ആ പറയുന്ന നിങ്ങൾ പറഞ്ഞ ബ്ലണ്ടറില് അത് അംഗീകരിച്ചിട്ടോ അല്ലേ നരേന്ദ്രമോദി ജാതി സെൻസസ് പ്രഖ്യാപിച്ചത് 2021 സെൻസസിൽ? അത് പറഞ്ഞല്ലേ? അപ്പൊ അതുകൊണ്ട് ബ്ലണ്ടർ പറയുന്ന രാഹുൽ ഗാന്ധി അല്ല, പകരം മേഘങ്ങളിടയിൽ കൂടിപ്പോയാൽ പാകിസ്ഥാനെ റഡാറുകൾ പിടിക്കാതെ നമ്മുടെ റോക്കറ്റുകൾ പോകാൻ പറയുക മണ്ടത്തരമുണ്ടല്ല, മണ്ടത്തരം, ആനമണ്ടത്തരം. അത് ഞങ്ങളുടെ നേതാവ് പറയില്ല. അത് നിങ്ങൾ അവിടെ പോയി ചോദിക്കുക. സ്ട്രെങ്ത്തിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അദ്ദേഹത്തോട് 1000 പ്രാവശ്യം ഇമ്പോസ് ചെയ്താൽ പറയാം. ആ ചൈനയിൽ പോയിട്ട് ഇതിന്റെ വാക്കൊക്കെ പറഞ്ഞ് ഇന്ത്യയെ നാണം കെടുത്തരുത് എന്ന് പോയി പറയണം. അതുകൊണ്ട് മണ്ടത്തരം പറയുന്നത് ആരെന്ന് സ്വയം ബോധ്യം വേണം. അത്ര എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.